ഇപ്പോൾ എക്സൈസ് മന്ത്രി എം പി രാജേഷ് കൂടി നമ്മോടൊപ്പം എത്തിയിരിക്കുന്നു. ശ്രീ എം പി രാജേഷ്, ഈ ആരോപണത്തെക്കുറിച്ചുള്ള താങ്കളുടെ പ്രാഥമികമായിട്ടുള്ള അഭിപ്രായ പ്രകടനം രാവിലെ ടെലിവിഷനിലൂടെ കേട്ടതാണ്. പക്ഷേ നോക്കൂ, സർക്കാരിന് ഇങ്ങനെയാണ് ആ വാചകങ്ങൾ. പുതിയ പോളിസി ഉടൻ വരുന്നതാണ്. 1-ാം തീയതി ഡ്രൈ ഡേ എടുത്തു കളയും. ബാക്കി സമയത്തിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞ ജനറൽ ബോഡി മീറ്റിങ്ങിലും പറഞ്ഞതാണ്. ഇതൊക്കെ ചെയ്തു തരണമെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുക്കണം എന്നുള്ളതാണ്. നമ്മൾ കൊടുക്കേണ്ട കാര്യങ്ങൾ എന്താണ്? ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങൾ എഴുതി കാണിക്കുന്നത് നേരത്തെ കാണുകയുണ്ടായി. അന്വേഷണത്തിന്റെ കാര്യത്തിൽ മന്ത്രി മറുപടി പറഞ്ഞില്ല എന്ന്. DGPക്ക് പരാതി കൊടുത്തു എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെയും അത് എഴുതി കാണിക്കുന്നത് വളരെ ദുരൂഹമാണ്. അല്ല, മറുപടി പറഞ്ഞില്ല എന്ന് ആരോ വാദിച്ചതാണോ അതോ ഞങ്ങളുടെ അഭിപ്രായം എഴുതിയതാണോ? നിങ്ങളുടേതായിട്ട് എഴുതി കാണിക്കുന്നതാ കണ്ടത്. അങ്ങനെയാണെങ്കിൽ തെറ്റാണ്, വസ്തുതാപരമായി തെറ്റാണ്. അത് തിരുത്താം. അത് ആദ്യം തിരുത്തു. ശരി, ഇനി ചോദ്യത്തിലേക്ക് വരാം. ഇവിടെ കാണേണ്ട ഒരു കാര്യം, മദ്യനയത്തെക്കുറിച്ച് സർക്കാർ ആലോചിച്ചിട്ടേ ഇല്ല. ഡ്രൈ ഡേ എടുത്തു കളയുന്നത് പോയിട്ട് മദ്യനയത്തെക്കുറിച്ച് പ്രാഥമികമായിട്ടുള്ളൊരു ചർച്ച പോലും ഇതുവരെ നടത്തിയിട്ടില്ല. ഒരു തരത്തിലും നടത്തിയിട്ടില്ല. അങ്ങനെ ചർച്ച നടക്കാതിരിക്കെ ഗവൺമെന്റ് ആലോചിക്കുകയും ചെയ്യാത്തൊരു കാര്യത്തെക്കുറിച്ച് കഴിഞ്ഞ ഒരു മാസമായിട്ട് വാർത്തകൾ വരികയാണ്. ഈ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ പല മാധ്യമ പ്രവർത്തകരും എന്നോട് ഇങ്ങനെ ഓരോ വാർത്ത വരുമ്പോഴും എന്നെ വിളിക്കാറുണ്ട്. ഇങ്ങനെ ഇന്ന പത്രം വാർത്ത കൊടുത്തു, അതിൽ വല്ല വസ്തുതയുമുണ്ടോ? അവരോടെല്ലാം ഞാൻ പറഞ്ഞത്, ഞങ്ങൾ ഈ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടേ ഇല്ല, ചർച്ച ചെയ്യാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോ ഈ വാർത്ത വിശ്വസിച്ചുകൊണ്ട് ഇതൊരവസരമായിട്ട് ഉപയോഗിക്കാം എന്ന് കരുതി ചിലർ രംഗത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ അവരെ പിടികൂടുക തന്നെ ചെയ്യും. അതിനാണ് പരാതി കൊടുത്തിട്ടുള്ളത്. പത്രങ്ങളിൽ വരുന്ന വാർത്ത വിശ്വസിച്ച് അങ്ങനെയാണ് നയം വരാൻ പോകുന്നത് എന്ന് കരുതി എന്നാൽ പിന്നെ അതിന്റെ പേരിൽ ഒരു പിരിവ് നടത്തിക്കളയാം എന്ന് തീരുമാനിച്ചിറങ്ങിയവരെ പിടികൂടും. ആ വാർത്തകൾ വിശ്വസിച്ച് കാശ് വാങ്ങാൻ നടക്കുന്നവരും കാശ് കൊടുക്കുന്നവരും ഒക്കെ കൊടുക്കും. അതേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഇവിടെ കേസ് നടത്തിപ്പിന്റെ പേരിൽ വരെ പൈസ പിരിച്ചവരാണ് ഇക്കൂട്ടരെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോ അതുകൊണ്ട് അതൊന്നും ഈ ഗവൺമെന്റ് അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല. വേറൊരു കാര്യം പറയാനുള്ളത്, ഈ ഗവൺമെന്റ് അങ്ങേയറ്റം സുതാര്യമായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം നടത്തിയിട്ടുള്ളത്. ആരാണ് ലൈസൻസ് കൊടുക്കുന്നത് ഓൺലൈനാക്കി മാറ്റിയത്? ഏത് ഗവൺമെന്റാ? UDFന്റെ കാലത്ത് എങ്ങനെ കൊടുത്തിരുന്നത്? ഇപ്പോ ഒരു തരത്തിലുള്ള വിവേചനാധികാരവും മന്ത്രിക്കോ മറ്റാർക്കോ ഇല്ലല്ലോ. ഓൺലൈനായിട്ട് അപേക്ഷ കൊടുക്കുന്നു. ചട്ടപ്രകാരമാണെങ്കിൽ അവർക്ക് കിട്ടും, ചട്ടപ്രകാരമല്ലെങ്കിൽ കിട്ടില്ല. അത്രയും സുതാര്യമായിട്ട് എവിടെയാണ് നടക്കുന്നത്? അതിനുള്ള മറുപടി പ്രതിപക്ഷ നേതാവ് പറയട്ടെ. മിണ്ടുന്നില്ലല്ലോ അതിനെക്കുറിച്ചൊന്നും. എന്റെ UDF അത് ഓൺലൈൻ ആക്കാതിരുന്നത് അപ്പോഴേ പണം വാങ്ങാൻ പറ്റുമെന്നത് കൊണ്ടാണ്. രണ്ടാമത്തെ കാര്യം, ബാർ ഉടമകളുടെ എക്കാലത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട ഇളവാവശ്യം എന്താണ്? അവരുടെ ആവശ്യം ലൈസൻസ് ഫീസ് കുറച്ചു തരണം എന്നതാണ്, അല്ലെങ്കിൽ ലൈസൻസ് ഫീസ് കൂട്ടരുത് എന്നതാണ്. 5 കൊല്ലം കൊണ്ട് UDF എത്ര കൂട്ടിയെന്നറിയാമോ? 1 ലക്ഷം രൂപയാണ് കൂട്ടിയത്. 1 ലക്ഷം. ഞങ്ങൾ ഈ കഴിഞ്ഞ 7 കൊല്ലം കൊണ്ട് കൂട്ടിയത് 12 ലക്ഷമാണ്. അതിൽ 5 ലക്ഷം കൂട്ടിയത് കഴിഞ്ഞ വർഷത്തെ മദ്യനയത്തിലാണ് 5 ലക്ഷം കൂട്ടിയത്. മദ്യനയം സംബന്ധിച്ച വാർത്തയുടെ കാര്യം നേരത്തെ ഇവിടെ നികേഷ് പറഞ്ഞു. അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. കഴിഞ്ഞ വർഷത്തെ മദ്യനയം പ്രഖ്യാപിക്കാൻ ഞാൻ പത്രസമ്മേളനം നടത്തുന്നത് രാവിലെ 11 മണിക്കാണ്. അന്നിറങ്ങിയ പത്രങ്ങളിലെല്ലാം ഡ്രൈ ഡേ പിൻവലിക്കും, ഇന്ന് മദ്യനയം എന്ന് പറഞ്ഞിട്ട് വാർത്ത വന്നിരുന്നു. നികേഷിന് ഓർമ്മയുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതാണ് വാർത്തകളുടെ കാര്യം. ആ വാർത്ത വിശ്വസിച്ചിട്ട് കാശ് വാങ്ങാനും കൊടുക്കാനും നടക്കുന്ന ആൾക്കാർ കുടുങ്ങുമെന്നല്ലാതെ വേറൊന്നും അതിന് പറയാനില്ല. 11 മണിക്ക് പത്രസമ്മേളനം നടത്തുമ്പോൾ രാവിലെ ഇറങ്ങിയ പത്രങ്ങളിലെല്ലാം ഉള്ള വാർത്ത ഡ്രൈ ഡേ പിൻവലിക്കുന്നു എന്നതായിരുന്നു. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു വന്ന കാര്യം, ഓൺലൈനാക്കി ലൈസൻസ് ഫീസ് കഴിഞ്ഞ വർഷം 5 ലക്ഷമായിട്ട് വർദ്ധിപ്പിച്ചു. UDF ലൈസൻസ് ഫീസ് വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞ് പിന്നെ അത് കുറച്ചു കൊടുത്തിട്ടാണല്ലോ കോഴ വാങ്ങിയെന്നുള്ള ആക്ഷേപം ഉണ്ടായിട്ടുള്ളത്. ഞങ്ങൾ 12 ലക്ഷം കൊടുത്ത്. വേറൊരു ഉദാഹരണം പറയാം. ഇപ്പൊ ആംനസ്റ്റി സ്കീം നടപ്പാക്കി. GST നികുതിയുടെ കാര്യത്തിൽ ആംനസ്റ്റി സ്കീം നടപ്പാക്കി. ആ ആംനസ്റ്റി സ്കീമിൽ നിന്ന് ഒഴിവാക്കിയ ഏക വിഭാഗം ബാർ ഉടമകളാണ്. കഴിഞ്ഞ ബജറ്റിൽ പരസ്യമായിട്ട് ബജറ്റ് പ്രസംഗത്തെ പ്രഖ്യാപിച്ച കാര്യമില്ലേ, ബാർ ഉടമകളെ ഒഴിവാക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ ബാറുകൾക്ക് ഇത് ബാധകമല്ല എന്നത്. അത് ഇളവാണോ? പ്രതിപക്ഷ നേതാവ് ഒന്ന് വാതുറന്ന് പറയട്ടെ, ഇതൊക്കെയാണോ ഇളവ് എന്നത്? മൂന്നാമത്തെ കാര്യം, UDFന്റെ കാലത്ത് ബാർ ഉടമകളുടെ ലൈസൻസുകളുടെ ക്രമക്കേടുകൾക്ക് ലൈസൻസ് റദ്ദാക്കാനുള്ള വ്യവസ്ഥ ഉണ്ടായിരുന്നില്ല.
ഞങ്ങളെ കൊണ്ടുവന്നത് ലൈസൻസ് റദ്ദാക്കാനുള്ള വ്യവസ്ഥ ഇളവാണോ? ബാർ ഉടമകൾക്ക് കൊടുത്തിട്ടുള്ള ഇളവാണോ? ഇനി വേറൊരു കാര്യം, പിഴ UDF-ന്റെ കാലത്ത് നാമമാത്രമായിരുന്നു. അത് 30,000-ആയിട്ടും 1,00,000-ആയിട്ടും വർദ്ധിപ്പിച്ചത് ആരാണ്? LDF സർക്കാരിന്റെ കാലത്താണ് പിഴ വർദ്ധിപ്പിച്ചിട്ടുള്ളത്. അപ്പോ LDF അല്ല UDF എന്നവർ മനസ്സിലാക്കിയാൽ മതി. ഇതാണ് ഞങ്ങൾ എടുത്തിട്ടുള്ള നിലപാട്. പക്ഷേ മന്ത്രി, ഇക്കാര്യത്തിൽ 2 സംശയങ്ങൾ എനിക്കുണ്ട്. ഒന്ന്, താങ്കൾ അവസരം ഉപയോഗിക്കാമെന്ന് ചിലർ കരുതിയെങ്കിൽ, അതായത് അതിൻ്റെ പേരിൽ പിരിവ് നടത്താം എന്ന് ചിലർ കരുതിയെങ്കിൽ, പിരിവ് നടത്തുന്നവരും പിരിവ് കൊടുത്തവരും ജയിലിനുള്ളിലാകുമെന്ന് പറയുന്നു. കേസ് നടത്തിപ്പിൻ്റെ പേരിൽ പോലും പണപ്പിരിവ് നടത്തിയവരാണ് ഇവരെന്ന്. നമുക്ക് ഇതൊരു ട്രൈബാണ് ഈ ബാർ ഉടമകൾ എന്ന് പറയുന്നത്. 10,000 പേരിൽ താഴെയല്ലേ ഇവരുള്ളൂ ആകെ? അത്രയും ഉണ്ടാവില്ല. കാരണം ഒരാൾക്ക് തന്നെ ഇവിടെ നിരവധി ബാറുകളുണ്ട്. അപ്പോൾ ഒരു 500-ൽ താഴെയുള്ള ആളുകൾ മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. ഇവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു തീരുമാനം ഞങ്ങളുടെ സംസ്ഥാന സമിതിയിൽ എടുത്തിട്ടില്ല എന്ന് തിരിച്ചറിയാൻ അവർക്ക് വളരെ എളുപ്പത്തിൽ പറ്റില്ല. അപ്പോൾ ഇത്തരത്തിലൊരു ആക്ഷേപം എത്ര കണ്ട്, അല്ലെങ്കിൽ താങ്കളുടെ ഈ പ്രതിരോധം എത്ര കൊണ്ട് ഫലവത്താകും? എനിക്ക് മനസ്സിലായില്ല എന്താണ് ചോദ്യം. അല്ല, എൻ്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഇവര് തമ്മിൽ തന്നെ നല്ല ബന്ധമുള്ളവരാണ്, നല്ല കമ്മ്യൂണിക്കേഷൻ ഉള്ളവരാണ്. ഇപ്പോൾ സുനിലിൻ്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സമിതി ഇങ്ങനെ 2.5 ലക്ഷം രൂപ വെച്ച് പിരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണല്ലോ ഈ അനിമോൻ എന്ന് പറയുന്ന ഇടുക്കി ജില്ലാ പ്രസിഡന്റ് പറയുന്നത്. അത് ഇടുക്കിയിലെ സാധാരണ ബാറുകാർക്ക് സുനിലിനെ വിളിച്ചു ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വത്തിൽ ഒരാളെ വിളിച്ചു ചോദിച്ചാൽ മതി. അവിടെ അനിമോൻ എന്ന് പറയുന്ന ഒരു മധ്യത്തിൽ നിൽക്കുന്ന ഒരാൾ, ഇടനിലക്കാരനായി നിൽക്കുന്ന ഒരാൾ പറഞ്ഞു എന്ന് കരുതി ഈ ബാർ ഉടമകൾ പണം കൊടുക്കുമോ? അങ്ങനെയൊക്കെയാണോ അവിടെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ? അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് അതൊക്കെ വേറെ സംശയാസ്പദമായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഒരു വോയിസ് ഇടുന്നു, ആ വോയിസ് വാർത്തയാവണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ ഇട്ടതായിരിക്കുമല്ലോ. അതൊരു വിവാദം ഉണ്ടാക്കണം എന്ന ഉദ്ദേശത്തോടെ. അത് അന്വേഷണം വരുമ്പോ അറിയാം എങ്ങനെയാണ് വന്നത് എന്ന്. അല്ല, ഇങ്ങനെ ഒരു വാർത്ത വന്നു, മന്ത്രി ഒരു പരാതി കൊടുക്കുന്നു, ഒരു അന്വേഷണം നടക്കുന്നു എന്ന് പറയുന്നു. ആ വാർത്തയെ ഒന്ന് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണോ ആ ഒരു അന്വേഷണത്തിന് ആവശ്യപ്പെടുന്നത്? അല്ല, അത് അന്വേഷണം കഴിയുമ്പോൾ നമുക്കറിയാമല്ലോ. അത് അന്വേഷണം കഴിയുമ്പോൾ അറിയാമല്ലോ. ഞാൻ പറഞ്ഞത് ഈ വാർത്ത കോൺട്രവേഴ്സി ഇത് ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അത്തരമൊരു വോയിസ് നോട്ട് കൊടുത്തിട്ടുള്ളത് എന്നത് സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. അത് നിഷ്കളങ്കമായിട്ടൊന്നും കൊടുത്തിട്ടുള്ളതല്ല എന്ന്. അവര് തമ്മിലുള്ള പ്രശ്നം ഞങ്ങളുടെ വിഷയമല്ല. അവര് തമ്മിലുള്ള പ്രശ്നം അവർ തീർക്കട്ടെ. അവര് തമ്മിലുള്ള പ്രശ്നമാണെന്നൊക്കെ ഇന്ന് മാധ്യമങ്ങളിൽ കാണുകയുണ്ടായി. പക്ഷേ അത് സർക്കാരിന്റെ ചെലവിൽ പരിഹരിക്കാം എന്ന് വിചാരിച്ചാൽ വിവരമറിയും. നന്ദി മിനിസ്റ്റർ ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്. Debate with MV Nikesh Kumar.